സോ ഹായ് ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ബഗ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ബൈക്ക് പറപ്പിച്ചുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും ഗൈസ്. ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ബഗ്ഗാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച തന്നെ ഒരു ബഗ്ഗാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ബഗ് ഇതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും വണ്ടി എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറത്താമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലേ, ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലേ നമ്മൾ അടുത്ത ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് കിടിലമ്പോഴൊരു അപ്ഡേറ്റ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ആർമി ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആർമി ട്രക്ക് വരുന്നുണ്ട് ഗീസ്. ആർമി ട്രക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗീസ്, ആ ഒരു ട്രക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിം വേറൊരു ലെവലിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കിടിലം പോലത്തെ ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. വേറൊന്നുമല്ല ഗീസ്, നമ്മുടെ മാസ്കാണ്. നമുക്കൊരു ആൾക്കിപ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ക്യാരക്ടറിന് നമുക്ക് വേണമെങ്കിൽ ആനയുടെ മാസ്ക് വെക്കാം. അതുപോലെ തന്നെ പല പല മാസ്ക് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകാനായിട്ട് പോവുകയാണ്. എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ വരെ കണ്ടാൽ മാത്രമേ എപ്പോഴാണ് ഇതൊക്കെ വരുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ഹൗസും വരുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ബഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് കയറുക. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് ഇപ്പോൾ ഗെയിമിൽ കയറുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമ്മുടെ ധോണി ക്യാരക്ടറിനെയാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മുടെ ധോണിയെ ഒരു വട്ടം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചതാണ്. പിന്നെ ഞാൻ മാറ്റാനൊന്നും നിന്നിട്ടില്ല. ധോണീനെ തന്നെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ധോണീനെ കൊണ്ട് നേരെ വെളിയിലേക്ക് പോവാണ്. വെളിയിൽ വെച്ച് മാക്സിമം ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ ചിലപ്പോൾ വർക്കിംഗ് ആകത്തുള്ളൂ. അകത്ത് വെച്ച് ഇത് കഴിഞ്ഞാൽ വർക്കിംഗ് ആകാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. എന്നാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നിങ്ങൾ അടിക്കേണ്ട കോഡ് 7112 ആണ്. 7112 കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയൽ ചെയ്യുക, എന്നിട്ട് കോൾ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഇൻഫിനിറ്റി മോഡിൻ്റെ കോഡാണെന്ന് തോന്നുന്നു ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ആക്ടിവേറ്റ് ആയിട്ട് നേരെ അടുത്തൊരു കോഡ് നിങ്ങൾ അടിക്കണം. അടുത്തൊരു കോഡ് നമ്മുടെ കുതിരയുടെ കോഡാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. 200 200 കാര്യങ്ങളൊക്കെ ഡയൽ ചെയ്യാം. ഞാനാണ് ഈ കുതിരേനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡയൽ ചെയ്യേണ്ടത് 1120 കാര്യങ്ങളൊക്കെ ഡയൽ ചെയ്യണം. അപ്പോൾ ഈ ഫോണൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് അങ്ങനെ ഡയൽ ചെയ്യാവുള്ളൂ. കുറച്ച് നേരം ഡിലേ ആക്കിയിട്ട് ഡയൽ ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തിട്ട് 1120 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കുറച്ച് നേരം വെക്കണം ഗൈസ്. എന്തായാലും ഇവിടെയായിട്ട് ഞാൻ ഡയൽ ചെയ്യുന്നുണ്ട് 1120 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്തിട്ട് ഞാനാണെങ്കിൽ അറിയാതെ ഒന്ന് കൈതട്ടി ബാക്ക് പോയതാണ്. അപ്പോഴത്തേക്കും എല്ലാം പോയി ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ അടിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ അതേ കോഡ് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക. കോഡ് മറന്നുപോലെ 1120 അടിക്കേണ്ടത്. 1120 ആണ് നിങ്ങൾ ഡയൽ ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ ഞാൻ ജസ്റ്റ് കോൾ വിളിച്ച് ഞാൻ കുറേയധികം നമ്പർ അടിച്ച് വെച്ചായിരുന്നു കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കേസ് നേരെ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക. എന്നിട്ട് 1120 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്തിട്ട് നേരെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നേരെ വണ്ടിയിലേക്ക് കയറുക. അല്ലാതെ മൊബൈൽ ഫോണിൽ കോളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് വണ്ടിയിലേക്ക് കയറുക. ഞാനാണെങ്കിൽ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടിയിലേക്ക് കയറുമ്പോൾ വണ്ടി ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പറപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ ഈ ഒരു ബഗ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇത് വർക്കിംഗ് ആണ്. ജസ്റ്റ് ഞാൻ ചെയ്ത് തന്നെയാണ് നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു ബഗ് ഇഷ്ടമായെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. ഈ ഒരു ബഗ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണെങ്കിൽ മസ്റ്റായിട്ടും താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, എത്ര പേർക്ക് വർക്കിംഗ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇപ്പോൾ മണ്ടക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊന്നുമില്ല, നമ്മുടെ ആർമി ട്രക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ട്രക്കാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. കുറേയധികം ലീക്ക് നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടാണ്. ഏകദേശം ഒരു 80% ചാൻസ് ഉണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ആർമി ട്രക്ക് ആടാകാൻ വേണ്ടിയിട്ട്. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിലൂടെ കിഡിലം പോലെയുള്ള കുറേയധികം അപ്ഡേറ്റ് വരുന്നതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലഗിങ് ആപ്പിൽ ഏതോ ഒരു ആനിമലിനെ ആഡ് ആക്കുമെന്നുള്ള ലീക്കൊക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ട്രക്കിനെ പറ്റി സംസാരിക്കാം. ഈ ട്രക്കാണെങ്കിൽ നമുക്ക് സാധാ ട്രക്ക് പോലൊന്നും ആയിരിക്കത്തില്ല. നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഒരു സമയം വേണമെങ്കിൽ ഒരു 4-5 ഷൂട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഈ ആർമി ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു ഇത് വെച്ച് നമുക്ക് ഒറ്റ ഫയറേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ടൈമിൽ ഒറ്റ ഫയറേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ഐറ്റം കണ്ട് ഒറ്റ സമയത്ത് തന്നെ 5-6 ഫയർ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ വേറെ ലെവലായിട്ടുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റേഡും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് അങ്ങനെ ഒരു ഐറ്റം വരാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കുറേ കൂട്ടുകാർ ആഗ്രഹിക്കുന്നത് നമ്മുടെ GTA 5 മോഡാണ് ഗെയ്സ്. നമ്മളും നമ്മുടെ ഡെവലപ്പറിൻ്റെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗെയിമിലേക്ക് എപ്പോഴാണ് ആ ഒരു GTA 5 മോഡ് ആഡ് ആക്കുന്നതെന്ന് ഇതുവരെ നമുക്കും അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടായിരിക്കും ഗെയ്സ് ആദ്യം ഷെയർ ആക്കുന്നത്. ചാനൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെക്കുക. കാണുന്ന ഭൂരിഭാഗം പേരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ദയവായി എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. വേറൊന്നുമല്ല നമ്മുടെ ക്യാരക്ടറിന് നമുക്ക് ഇഷ്ടമുള്ള ആനിമൽസിൻ്റെ ഫേസ് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ജാക്കി ചാനിലും അതുപോലെ തന്നെ പവറുള്ള കുറേ മാസ്ക് ഒക്കെ നിങ്ങൾ കാണാറില്ലേ? അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പവറൊന്നും പ്രതീക്ഷിക്കേണ്ട. ആനിമൽസിൻ്റെയൊക്കെ ഫേസ് കണക്കാണ്. ഇപ്പോൾ എലിഫൻറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഡോഗിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൗവിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല മാസ്ക് നമ്മുടെ ഗെയിമിലേക്ക് ആടാകാനായിട്ട് പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് പണ്ടെങ്ങാണ്ട് നമ്മുടെ ഡെവലപ്പർ വരുമെന്ന് പറഞ്ഞൊരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഗെയിമിലേക്ക് ഫൈനലി ആഡാക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ആ ഒരു മാസ്ക് ആഡാക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, കുറേ പേര് ഇഷ്ടപ്പെടാത്തവരും കാണും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് മസ്റ്റേഡിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഈ കഴിഞ്ഞൊരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഐസ്ക്രീം വാൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ലീക്കായിട്ട് കിട്ടുന്നത് കുറേയധികം ഐറ്റംസ് ആണ്. ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ. അത്രയധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഗെയിം ഏതൊരു ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ കുറേയധികം ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ആഡായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം ട്രക്കിൻ്റെ അതിൻ്റെ കാര്യത്തിൽ ഒരു 50% ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ ഒരു ആർമി ട്രാങ്ക് എല്ലാ കൂട്ടുകാരും ചെയ്യുന്നുണ്ട്. ആർമി ട്രാങ്ക് അല്ല അത് തന്നെ വായി വരുന്നു. ആർമി ട്രക്ക് എല്ലാ കൂട്ടുകാരും വീഡിയോ ചെയ്യുന്നതാണ്. നമ്മുടെ ഹിന്ദി യൂട്യൂബേഴ്സ് എല്ലാം ഇപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ വരാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മളാണ് ലേറ്റായിട്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ പിക്കൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നു. അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു 5-6 ഫയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. പിന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹൗസാണ്. ഒരു ന്യൂ ആയിട്ടുള്ളൊരു ഹൗസ് ആഡ് ആക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അതിൻ്റെ ഒരു മോഡൽ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ന്യൂ ആയിട്ടുള്ളൊരു ഹൗസ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ പല സൈഡിൽ നിന്നും ലീക്കൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ ഡെവലപ്പറിനടിക്ക് ഞാനാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുമെങ്കിൽ ഇത് വരുമോ ഇല്ലയോ എന്ന് ഞാൻ കൺഫേം ആക്കിയിട്ട് നിങ്ങളിലേക്ക് പറയാം. ചിലപ്പോൾ ഒരു ചാൻസ് മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും കുറേ പേര് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് കൺഫേം ആയിട്ട് തോന്നിയില്ല. നമ്മുടെ ഈ ഒരു ഹൗസ് നമ്മുടെ ഗെയിമിലേക്ക് വരുമെന്ന് പറയാനായിട്ട് ഇടയ്ക്ക് കുറേ നാൾക്ക് മുന്നെയാണ് നമ്മുടെ ഗെയിമിൽ ജസ്റ്റ് ഒരു ഹൗസ് ചേഞ്ച് ആക്കിയെങ്കിലും കൊണ്ടുവന്നത്. ഇനി ചിലപ്പം ന്യൂ ആയിട്ടുള്ളൊരു ഹൗസ് കൊണ്ടുവരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. സിറ്റി കുറച്ചുകൂടെ വലുതാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം കുറേയധികം പ്ലേസ് ഇനിയും മിച്ചമുണ്ട്. നമ്മുടെ സിറ്റി കുറച്ചുകൂടെ വലുതാക്കിയിരുന്നെങ്കിൽ ഒരു റോൾ പ്ലേ ഒക്കെ മോഡലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ആദ്യം പറഞ്ഞ് ഓർത്ത് വെച്ചാൽ നമ്മുടെ ആർമി ട്രക്ക് വരുന്നുണ്ട്. ആ ട്രക്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു 5-6 പേരെങ്കിലും ഫയർ ചെയ്തിടാനായിട്ട് പറ്റും. ആർമി ട്രക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് വേറെന്തോ പേരാണ്. എന്തായാലും ആ ഒരു പേര് എനിക്കറിയത്തില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ പേര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഞാൻ ഇവിടെയാണെങ്കിൽ ആർമി ട്രാങ്കാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒറ്റ ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു വട്ടം ഫയർ ചെയ്ത
ഒരൊറ്റ ബുള്ളറ്റേ പോകത്തുള്ളൂ. അതാണെങ്കിൽ ഒരു വട്ടം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 ബുള്ളറ്റ് പോകുന്ന രീതിക്കായിരിക്കും ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അത്രയ്ക്ക് അഡാറ് സാധനമാണ് ഗെയ്സ് അത്. എന്തായാലും ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല, വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എന്തായാലും ഇതിനൊക്കെ ഒരു 80% ഓളം ചാൻസ് ഉണ്ട് ഗെയ്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാകത്തില്ലല്ലോ, അത്ഭുതപ്പെടുത്തൊന്നും ഇല്ലല്ലോ. അത് കാരണം ഞാൻ നേരത്തെ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.